ഒരു കാര്യം കൽപ്പിച്ച് അതിന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ അത് പാലിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. പുതിയ നിയമത്തിൽ വിശ്വസിക്കുക, ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കഴിയും. പക്ഷെ പഴയ നിയമത്തിൽ സാധിക്കത്തില്ല എന്നും പുതിയ നിയമത്തിലും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നും ഡയറക്റ്റ് വാക്യമുണ്ട്. ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ, കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ന്യായപ്രമാണത്തിന് കഴിയാത്തത് കൊണ്ടാണ് ദൈവപുത്രനെ അയച്ചത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓഫർ ഓപ്പൺ കൊടുത്ത് ദൈവത്തിനൊരു പ്രത്യേക വില്ലിൽ ദൈവം ചതിയനാണ്. നിങ്ങളെ സംബന്ധിച്ച് ആ ദൈവം ചതിയനും വഞ്ചകനുമാണ്. യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. എന്നിട്ട് അടുത്ത സെക്കൻഡ് പറയാം, എൻ്റെ അടുക്കൽ ആർക്കും വരുവാൻ കഴിയുകയില്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ യേശുക്രിസ്തു വിശ്വസനീയമല്ല. ഇതൊരു ചതിയനാണ്, പിശാചാണ്. അങ്ങനെ പരസ്പര വിരുദ്ധമായി ദൈവം ചെയ്യില്ല. ഒരു കമാൻഡ് കൊടുത്താൽ അതിന് വിരുദ്ധമായ ഒരു കൗൺസിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫൈബ്രോ പറഞ്ഞത് അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നാണ്. അതായത് അങ്ങനെ കൽപ്പന കൊടുത്താലും ഡിഗ്രിയൊക്കെ ഇറക്കാം, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സ്ട്രോമാൻ ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി കമൻറ്റിൽ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ നിയോൺ ബ്രോ ആണ് ഞാൻ സ്ട്രോമാൻ അടിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഫൈവ് ബ്രദർ പറഞ്ഞു കേട്ടല്ലോ. അതായത് അങ്ങനെ കൽപ്പന കൊടുക്കും, അതിനൊരു ഉദ്ദേശമുണ്ട്, പക്ഷെ അനുസരിക്കാതിരിക്കാൻ ഡിഗ്രി ഇറക്കും, അതിന് ആ പറയുന്ന ആ പർപ്പസാണ്. മനസ്സിലായല്ലോ. അപ്പം ഞാൻ ഇനി സ്ട്രോമാൻ പറഞ്ഞു എന്ന് ദയവ് ചെയ്ത് ഇനി താഴെ ഇരുന്ന് ബഹളം വയ്ക്കുന്നവർ പറയരുത്. അപ്പോൾ അത് പിന്നെ ശരിയായ വ്യാഖ്യാനത്തിലൂടെ അല്ലെങ്കിലും ബൈബിളിൽ നിന്ന് ഫൈവ് ബ്രദർ അത് തെളിയിച്ചിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ഇതിൽ പല കാര്യങ്ങളും ഞാൻ സ്ട്രോമാൻ പറയുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഫൈവ് ബ്രദറാണ് വന്നത്, അങ്ങനെയല്ല. ഞാൻ യഥാർത്ഥത്തിൽ കാൽവിനിസം പറയുന്ന കാര്യങ്ങളാണ് തെളിയിക്കുന്നതെന്ന് ഫൈവ് ബ്രദറാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ ഫൈവ് ബ്രദർ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടായിരുന്നു. ദൈവം കൽപ്പന പറയും, ദൈവം കമാൻഡ് പറയും, പക്ഷേ അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഗ്രി ഇറക്കിയ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫൈവ് ബ്രദർ പറഞ്ഞ കാര്യം എന്താ? എൻ്റെ അടുത്ത് വരാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞു അത്രേ. കർത്താവ് കൽപ്പന കൊടുക്കും. ഇപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം പിന്നെ കഴിക്കുന്നവന് ഒരു നാളും വിശക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതിനുശേഷം കർത്താവ് എന്ത് പറഞ്ഞു? എൻ്റെ അടുത്ത് പക്ഷേ വരാൻ പറ്റത്തില്ല, വന്നാൽ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് പറഞ്ഞു, പിന്നെ ഒരു നാളും വിശക്കയില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് കർത്താവ് പറഞ്ഞു, പക്ഷേ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാൽവിനിസം പറയുന്നത് അങ്ങനെയല്ല. കാൽവിനിസം പറയുന്നത് ഈ വരാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, അവൻ അങ്ങനെ ആക്കിയത് തന്നെ ദൈവമാണെന്നാണ്. കാൽവിനിസം പറയുന്നത് ഈ പറയുന്ന ഫാളും മെറ്റീരിയൽ ഡാമിനേഷൻ എല്ലാം തൻ്റെ ഗ്ലോറിക്ക് വേണ്ടിയിട്ട് ദൈവം കോൺഷ്യസ്ലി ആക്റ്റീവ്ലി ഡയറക്റ്റ്ലി വിളിച്ചു വരുത്തിയത് ദൈവമാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം ഇത് എന്നാൽ കർത്താവ് യേശുക്രിസ്തു അതിനുശേഷം പറഞ്ഞ വാചകങ്ങളൊന്നും നിങ്ങൾ എടുക്കത്തില്ല. ഞാൻ ഉയർത്തപ്പെട്ടാൽ എങ്കിലേക്ക് സകലരെയും ആകർഷിക്കുമെന്നും ലോകത്തിലെല്ലാവരും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പറയണമെന്നൊക്കെ കർത്താവ് പറഞ്ഞ് നിങ്ങൾ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. കാരണം കർത്താവിനത് ചെയ്യാൻ പറ്റും. സർവ്വസൃഷ്ടിയോടും സുവിശേഷം പറയാൻ പറഞ്ഞിട്ട് അവർക്ക് രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ചെയ്യാതെ പറ്റിക്കാൻ കർത്താവിന് പറ്റും. കാരണം കർത്താവിന് ഗ്ലോറി എന്നൊരു പർപ്പസ് അവിടെ ഉണ്ട്. തൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലെ പാവികളായ മനുഷ്യരുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ചെയ്യാതെ തന്നെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ എത്യോപ്യയിൽ ഒരു ഗോത്രവർഗ മേഖലയിൽ ഒരു സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ആരും പിന്നെ ഇലക്റ്റ് അല്ല എന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എത്യോപ്യയിൽ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ഒരു സുവിശേഷം അറിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫൈബ്രോ പറയുന്നത് അങ്ങനെ പറയാൻ കുഴപ്പമില്ല. ദൈവം ഇപ്പോൾ ഈ പറയുന്ന എത്യോപ്യയിലെ ഒരു ട്രൈബിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കപ്പെടണം, നിങ്ങൾ വിശ്വസിക്കണം എന്ന് സുവിശേഷം അറിയിക്കാം. കർത്താവിനെ അങ്ങനെ അറിയിക്കാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെയോ തൻ്റെ ശുശ്രൂഷകരെയോ സുവിശേഷകരെയോ അത് പറയണമെന്ന് പറഞ്ഞിട്ട് നയിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവർ ചെന്ന് ഈ ട്രൈബിൻ്റെ മുമ്പിൽ പച്ചക്കള്ളം പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. പച്ചക്കള്ളം പറയുകയാണ്. കാരണം അവിടുത്തെ ആരും ഇലക്റ്റ് അല്ല എന്ന് കരുതിക്കോ, കംപ്ലീറ്റ് ആൾക്കാരും നോൺ ഇലക്റ്റ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ പച്ചക്കള്ളം പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കണം. കാരണം എന്തോ, കർത്താവ് അവർക്ക് വിലയും കൊടുത്തിട്ടില്ല, കർത്താവ് അവർ രക്ഷിക്കാൻ വന്നിട്ടുമില്ല.
പക്ഷെ പച്ചക്കള്ളം പറയാണ്. ഭർത്താവിന് എങ്ങനെ പറയാൻ പറ്റും? അതിനൊരു പർപ്പസ് ഉണ്ട്. പർപ്പസ് എന്താണ്? ഗ്ലോറിയാണ്. മനസ്സിലായില്ലേ? ഇനി പിന്നെ ഇത് ഈ നോൺ എലക്റ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഗ്രി പുറപ്പെടുവിച്ചു. എന്നിട്ട് തൻ്റെ നാമത്തിൽ നിൽക്കുന്ന ഒരു സുവിശേഷകനെ അങ്ങോട്ട് അയച്ചു. അപ്പൊ കഴിവില്ലാത്തത് കൊണ്ട് കൽപ്പന കൊടുത്തതല്ല, കഴിവ് നശിപ്പിച്ചിട്ട് കൽപ്പന കൊടുത്തു എന്നുള്ളതാണ്. മനസ്സിലായോ? കഴിവില്ലാത്തത് കൊണ്ട് കഴിവില്ലാത്തൊരാളോട് കൽപ്പന കൊടുത്തിട്ട് അത് അനുസരിക്കാൻ പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ഗുരുതരമാണ് പുള്ളി തന്നെ അവരറിയാതെ അവർക്ക് ഒരു കാരണവശാലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരെ എറ്റേണൽ ഡാമിനേഷനിലാക്കി വെച്ചതിന് ശേഷം 10 സുവിശേഷകരെ അങ്ങോട്ട് അയച്ച് ഈ നാടകം കളിക്കുന്നത് ഹൈലി സെൽഫ് കോൺട്രഡിക്റ്റിംഗ് ആണെന്നാണ് എൻ്റെ വാദം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നബിലിറ്റി സംബന്ധിച്ചു ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അത് കഴിവില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നോ? സഹോദര, കഴിവില്ല എന്നുള്ളതല്ലല്ലോ, കഴിവ് നശിപ്പിച്ചു എന്നല്ല എൻ്റെ അല്ല, വാദത്തിന് മറുപടി ഓക്കെ, പറയേ. അതിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നത്, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിൻ്റെ വാഗ്ദത്തം സത്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ അനുമാനിക്കുന്നു. ഇത് പാലിച്ച് ആർക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കത്തില്ല എന്ന് മനസാക്ഷിയിൽ കൊടുത്താലും പ്രവാചകന്മാർ മുഖാന്തരം ലിഖിത രൂപത്തിൽ മോശയ്ക്ക് കൊടുത്താലും അത് ദൈവത്തിന് അറിയാമായിരുന്നോ? അല്ല, ഇത് രക്ഷ പ്രാപിക്കാനാണ് ന്യായപ്രമാണം കൊടുത്തതെന്ന് ബൈബിളിൽ എവിടെ കിടക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 കൽപ്പന പ്രമാണിക്കണമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അതെ, അവിടെ അന്ന് പിന്നെ ബ്രദർ എടുത്ത് വായിക്കത്. വായിച്ചോളൂ. ഒന്നാമത് അയാൾ ചോദിച്ചത് എങ്ങനെയാണെന്ന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിച്ചത് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് താഴെ പറഞ്ഞിരിക്കുന്നത് വായിക്കേണ്ടത്. ഫൈ ബ്രദർ വായിക്കും. എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടാണ് ഞാൻ സംശയമുള്ള പറഞ്ഞത്, ഇതുകൊണ്ടാണ് ജെറി സംശയമുള്ളവർ ബ്രദർ അതിന് വായിച്ചോട്ടെ. മറുപടി പറയാൻ പറഞ്ഞത്. ബഹളം വെക്കില്ലേ, സൗരന്മാരെ, ബഹളം നിങ്ങൾ വെക്കില്ലേ. ഈ നമ്മുടെ ഫൈബ്രോ പറഞ്ഞ പാസേജ് നിങ്ങൾ വായിക്കണം. ലൂക്കോസ് വിശേഷം 10:27 അതിന്റെ മറുപടി കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ആയിക്കോട്ടെ, കർത്താവ് ആയിക്കോട്ടെ. നിക്ക് ഫൈബ്രോ കഴിഞ്ഞു. ബ്രദറെ, ഞാൻ ഒരു കാര്യം ചോദിക്കില്ല ബ്രദറിന്റെ അടുത്ത്. ബ്രദറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, പഴയ നിയമത്തിൽ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പഴയ നിയമത്തിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി കൊടുത്തല്ലോ സഹോദര, അങ്ങനെ ബൈബിള് പറയുന്നുണ്ടോ? നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ള വാഗ്ദത്തം തന്നെയാണ്. ഫൈബ്രദറെ, ഞങ്ങൾ ആരും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് 10 കൽപ്പന കൊടുത്തെന്ന് ഞങ്ങൾ ആരും അതല്ലേ പറഞ്ഞിട്ടില്ല. എന്റെ അതുകൊണ്ട് ചോദ്യം. ഞങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുക. അതിന് ഞാൻ എന്റെ മറുപടി പറയാം. ചോദ്യം മനസ്സിലായോ? ആ 10 എന്താണ്? കൽപ്പന കൊടുക്കുമ്പോൾ അത് അവന് ചെയ്ത് ജീവിച്ചിരിക്കാൻ പറ്റും എന്ന് നിങ്ങൾ എപ്പോഴും ഉദ്ധരിക്കുന്ന ആവർത്തനം 30:19 തന്നെ നോക്കൂ. നീ ജീവിച്ചിരിക്കേണ്ടത് ഇത് മുഴുവൻ അനുസരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ചോദ്യം, അങ്ങനെ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന വാഗ്ദത്തം സത്യം നിങ്ങൾ പറയുന്ന അല്ലെന്നാ പറയുന്നത്. അവിടെയും എനിക്ക് LKG ക്ലാസ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ ചോദിക്കുന്നത്, പഴയ നിയമത്തിലെ ആ ഉടമ്പടിയുടെ വാഗ്ദത്തം സത്യമായിരിക്കെ അതിന് കഴിവില്ലെന്ന് അറിയുന്ന മനുഷ്യർക്ക് കൊടുത്തത് ശരിയാണോ? സോരൻ, നിങ്ങൾ ഈ രക്ഷയോടുള്ള ബന്ധത്തിലാണോ പറയുന്നത്, അതോ ഈ ഭൂമിയിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ സോഷ്യലി റിലീജിയസ്ലി മാനം മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ള ഏത് പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്? രക്ഷയുടെ പെർസ്പെക്റ്റീവിലാണോ അതോ അവിടുത്തെ സോഷ്യൽ ലൈഫിന്റെ പെർസ്പെക്റ്റീവിലാണോ? അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഇത് ചെയ്യുന്നവൻ നീ ജീവിച്ചിരിക്കേണ്ടത് യഹോവ നൽകുന്ന സകല കൽപ്പനകളും അനുസരിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിന്റെ കണ്ടീഷൻ. അത് മനുഷ്യർക്ക് സാധ്യമല്ല എന്ന്, ജഡപ്രകാരമുള്ള ബലഹീനത നിമിത്തം കഴിയില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ ആ കൽപ്പന കൊടുത്തത്? അല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഫൈബ്രോ, ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് മറുപടി പറയാം. അല്ല, ഫൈബ്രോയുടെ വാദം ഇതാണോ? അതായത് പഴയ നിയമത്തിലെ കൽപ്പനകൾ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ എനിക്ക് എടുക്കാമോ? പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ചാൽ നിത്യജീവനുണ്ട്, ജീവിച്ചിരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പൗലൂസ് ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗലൂസിന് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. അവിടെ അനന്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ആണ്. അല്ലല്ല, അനിന്യൻ എന്നാണ് പറയുന്നത്. അനിന്യൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പൗലൂസ് താൻ അനിന്യൻ എന്നാണ് പറയുന്നത്. അനിന്യൻ. അടിപൊളി. ഫൈബ്രദറിന്റെ വാദമാണ്. ഫൈബ്രദറിന്റെ വാദമാണ് ന്യായപ്രമാണം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണെങ്കിൽ ഫൈബ്രദർ തന്നെ പറയണം, അപ്പോസ്തലനായ പൗലൂസ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മ നിവേശിതമായ എഴുത്താണ്. അതും താങ്കൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യനാണ് എന്ന് അപ്പോസ്തലനായ പൗലൂസ് തന്നെ തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അപ്പോസ്തലനായ പൗലൂസ് കർത്താവ് യേശു ക്രിസ്തുവിനെ കൂടാതെ രക്ഷിക്കപ്പെട്ട ആളാണോ?
മറുപടി പറഞ്ഞു. അല്ല, ബൈബിളിൽ ഞാൻ നിന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയാം. പൗലോസ് ഫ്രീ വില്ലുകാരനല്ല. പൗലോസ് പറയുന്നത് പറയട്ടെ ഒരു പറയട്ടെ ചോദ്യം ഉടനെ ഫ്രീ പറയട്ടെ വില്ലിലോട്ട് ബ്രദറെ, പോയി. പറഞ്ഞു. പറയട്ടെ. നിങ്ങളെന്തിനാ ബഹളം റീവെല്ലുകാരനാണെങ്കിൽ വെക്കുന്നത്? നഷ്ടപ്പെട്ടു പോയനു. ഇത് എത്ര പേരാ ഇടപെടുന്നത്? അതായത് നിങ്ങൾ പറഞ്ഞത് പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യനാണ്. അതിന്റെ അർത്ഥം ഒരു പാസ്റ്റർ ആയിരിക്കുന്ന ജെറി പഠിപ്പിക്കുകയാണ് പൗലോസ് ന്യായപ്രമാണം മുഴുവൻ പാലിച്ച് ജീവിച്ചവനാണെന്നാണ് അതിന്റെ അർത്ഥം. ഒരു പാപവും ചെയ്യാതെ ജീവിച്ചവനാണ് പൗലോസ് എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യം. ഫിലിപ്പി ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും ന്യായപ്രമാണം സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാതെ യേശുവിനെ പോലെ ജീവിച്ച ആളാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതെന്നാണ് ഇവിടെ ജെറി പാസ്റ്റർ ഇവിടെ പഠിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞു ന്യായപ്രമാണം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു പ്രമാണമല്ല, ശിശുപാലകനാകേണ്ടിയതിന് കൊടുത്ത പ്രമാണമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫൈബ്രദർ പറയാണ് ഇല്ലില്ലില്ല, അത് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കിടക്കുന്ന ഒരു പാസേജാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യനെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഫൈബ്രദറിന് പിടികിട്ടി അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്ത പ്രമാണമല്ല എന്ന് പുള്ളിക്കാരന് പിടികിട്ടി. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ചോദ്യത്തിൻ്റെ ക്രക്സിത ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ ദൈവം ഈ പറയുന്ന അപ്പനെ അമ്മയും ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പനെ അമ്മയും ബഹുമാനിച്ച ഒരുപാട് ഇസ്രായേലർ യഹൂദന്മാരായിട്ട് അവിടെ ഉണ്ട്. ഒത്തിരി ഇസ്രായേലരുണ്ട്. കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ കൊലപാതകം ചെയ്യാതെ ജീവിച്ച ഒത്തിരി യഹൂദന്മാർ ഇസ്രായേലിലുണ്ട്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വ്യഭിചാരം ചെയ്യാതെ ജീവിതത്തിൽ ഒരു വട്ടം പോലും വ്യഭിചാരം ചെയ്യാത്ത ഒത്തിരി ഇസ്രായേലർ ഈ പറയുന്ന യഹൂദന്മാരുടെ ഇടയിലുണ്ട്. കുറേ ആൾക്കാർ ഇതെല്ലാം തെറ്റിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ചിലത് തെറ്റിച്ചിട്ടുണ്ട്. കുറച്ചധികം ആൾക്കാർ അറിഞ്ഞും അറിയാതെയൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊന്നും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത വിഷയമല്ല. എൻ്റെ ചോദ്യത്തിൻ്റെ ക്രക്സ് ഒറ്റ സിംഗിൾ പോയിന്റിലാണ് ഇത് ഇപ്പോഴും നിൽക്കുന്നത്. പുതിയ നിയമത്തിലാകട്ടെ പഴയ നിയമത്തിലാകട്ടെ ദൈവം നശിപ്പിച്ചതിന് ശേഷമാണ് കൽപ്പന കൊടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അല്ല, നമ്മൾ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം തന്നെ അവൻ്റെ പ്രീ ഡിറ്റർമിനേഷനിൽ നാശം വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങോട്ട് വന്ന് മീതൊക്കെ സർഫസിലൂടെ ഭയങ്കര സ്നേഹം പൊതിഞ്ഞ് നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന മോശമല്ലേ? കഴിവില്ലാത്തവനോട് ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്തു. അത് തന്നെ അനീതിയാണെന്ന് നമ്മുടെ പല സൗകര്യങ്ങളും ചോദ്യം ചെയ്തു. ഇരുന്നോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം കഴിവില്ലാത്തവനോട് ചോദിച്ചു എന്നല്ല, അവനെ നശിപ്പിച്ചതിന് ശേഷം രക്ഷിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് നിങ്ങൾ തരേണ്ടത്. നിങ്ങളിത് വന്നപ്പോൾ ഇത് എത്ര സമയമായി? ഞാൻ അതേ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് 4ാമത്തെ റൗണ്ടാണ്. ഫൈബ്രദർ ഇപ്പോഴും അതിന് മാത്രം ഫൈബ്രദർ നേരത്തെ പറഞ്ഞ അതിലേക്ക് ഞാൻ വന്നിട്ടില്ല. കുറേ നേരമായി വരാമെന്ന് പറയുന്നതല്ലാതെ ഈ പറയുന്ന സാധനത്തിലേക്ക് വരുന്നില്ല. അതായത് കഴിവില്ലാത്ത ഒരാളോട് ദൈവം കൽപ്പന കൊടുത്തു, അത് മോശമായി പോയില്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്. രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഇറ്റേണൽ ഡാമിനേഷനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്ന് നീ വിശ്വസിക്കണം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പ്രാണൻ വിലയായി കൊടുത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്, അങ്ങനെ പറയുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചു. അതായത് നശിപ്പിച്ചവൻ തന്നെ രക്ഷകന്റെ റോൾ എടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിൻ്റെ മറുപടി ഫൈബ്രോബറാണ്. ഞാനൊരു ചോദ്യം താങ്കൾക്ക് ഫൗണ്ടേഷൻ ഇല്ല. ലോ കൊടുത്തപ്പോൾ യു ഷാൽ ലിവ് ബൈ ഇറ്റ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് തന്നെയാണ് വാഗ്ദത്തം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ യു ഷാൽ ലിവ് ബൈ ഇറ്റ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് തന്നെയാണ് വാഗ്ദത്തം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതറിയാത്തൊരു വ്യക്തിയെടുത്ത് ഞാനെന്ത് പറയാനാണ്? ഇത് തന്നെ പുതിയ നിയമത്തിൽ കർത്താവ് ഈ ന്യായശാസ്ത്രിയും ധനവാനും വന്ന് ചോദിക്കണം, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എന്തിനാണ് യേശു ക്രിസ്തു തിരുവെഴുത്തിനെ പറ്റി ചോദിച്ചത്? നിങ്ങളുടെ തിരുവെഴുത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? കൽപ്പനകളെ പാലിക്കുക. കർത്താവിൻ്റെ റെസ്പോൺസ് കൽപ്പനകളെ പാലിക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ന്യായപ്രമാണത്തിന്റെ വാഗ്ദത്തം സത്യമായിരിക്കുന്നത് കൊണ്ടാണ്. എന്തിനാണ് കർത്താവ് അവരെ ചതിക്കുകയായിരുന്നോ? ന്യായശാസ്ത്രിയെയും ധനവാനെയും ചതിക്കുകയായിരുന്നോ? യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ലോകരക്ഷകന്റെ പ്രായശ്ചിത്ത ബലിയിലൂടെ മാത്രമേ രക്ഷ സാധ്യമാക്കുകയുള്ളൂ എന്നും മനുഷ്യർക്ക് ഈ പറയുന്ന റൈറ്റിയസ്നെസ്, ഗോഡ് പൊട്ടൻഷ്യലുള്ള റൈറ്റിയസ്നെസ് മനുഷ്യർക്ക് കൊടുക്കാൻ ക്രിസ്തുവിലൂടെ സാധ്യമാവുള്ളൂ എന്നും ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഫൈബ്രോ വന്നിരുന്ന് തെളിയിക്കുന്നത് ഞങ്ങളെന്തോ ന്യായപ്രമാണം ആചരിച്ച് മനുഷ്യനെ രക്ഷിക്കപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞത്രയെന്നുള്ള മട്ടിലാണ് ഇവിടെ വന്നിരുന്ന ഫൈബ്രദർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ വാഗ്ദത്തം നിത്യജീവനാണ്. അത് പക്ഷെ യേശുവിനെ പോലെ അതിൽ മുഴുവനും ചെയ്യണം. അത് സാധിക്കാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അയച്ചത്. ചോദ്യം ഇതാണ്, അത് പഠിച്ചിട്ട് വാ,
എന്നാലേ അടുത്ത ന്യായപ്രമാണം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യർക്ക് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിപ്പാൻ വളരെ കൃത്യമായ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ന്യായപ്രമാണം യഹൂദന്മാർക്ക് ഉപയുക്തമായിരുന്നു. ആ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ഈ പറയുന്ന അപ്പോസ്തലനായ പൗലോസ് അനിന്യനായിരുന്നു. മാനുഷിക നിലവാരത്തിൽ അദ്ദേഹം അനിന്യനായിരുന്നു. അതിന് ഒരു സംശയവും വേണ്ട. നമ്മൾ ആരും ന്യായപ്രമാണം കൊണ്ട് മനുഷ്യർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ അല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. സ്റ്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് ഫൈബ്രദറിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അവനെ ഉന്മൂലനാശം വരുത്തിച്ചിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് രക്ഷ സന്ദേശം പറയുന്നത് ഉടായിപ്പല്ലേ? നിങ്ങൾക്ക് ഇനിയെങ്കിലും ആ ചോദ്യം ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈബ്രോ, കഴിഞ്ഞ 2 മണിക്കൂർ ഇവിടെ കിടന്ന് മെഴുകി വാരുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയേ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ്റെ നാശം ഇറ്റേണൽ ഡാമിനേഷൻ കൊണ്ട് ഉറപ്പാക്കിയതിന് ശേഷം അവൻ്റെ മുമ്പിൽ ചെന്ന് സുവിശേഷകരെ കൊണ്ട് നീ വിശ്വസിച്ചാൽ രക്ഷപ്പെടുമെന്ന് പറയുന്ന ആ സ്നേഹം ഒരു കപട സ്നേഹമല്ലേ? ഒന്ന് പറയും ഫൈബ്രോ. ഇത്രയും സമയമായില്ലേ? നിങ്ങൾ വന്നിട്ട് എത്ര മണിക്കൂറായി? നിങ്ങൾ പറയുന്നില്ല. ഇനിയിപ്പോൾ ഫൈബ്രോ പറഞ്ഞ വാദം ഒന്ന് ചോദിച്ചോട്ടെ. ഫൈബ്രോ പറഞ്ഞതാണ് ഈ പ്രവൃത്തി കൊണ്ട്, അതായത് കമാൻഡ്മെന്റ് അനുസരിച്ചാൽ രക്ഷിക്കപ്പെടാൻ പറ്റും എന്നാണ് ഫൈബ്രദർ പറഞ്ഞത്. അത് ഫൈബ്രദർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ പൊസിഷൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചാൽ രക്ഷിക്കപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും താങ്കൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയും ഒന്നുപോലും തെറ്റാതെ ജീവിച്ചാൽ യേശുവിനെ പോലെ ജീവിക്കണം. അതായത് യേശു ചെയ്ത ഈ അറ്റോൺമെന്റ് ഈസ് ഈക്വൽ ടു ന്യായപ്രമാണത്തിന്റെ അനുസരണം. അതാണോ താങ്കൾ പറയുന്നത്? അതൊന്നും അല്ല പറഞ്ഞ. താങ്കൾക്ക് അറ്റോൺമെന്റ് എന്താണെന്ന് അറിയില്ല. അല്ലല്ല, അത് പോട്ടെ. അതായത് ഇത്രേ ഉള്ളൂ. അതായത് കർത്താവിന്റെ രക്തം കൊണ്ട് സഹോദര ബഹളം വെക്കാണ്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം ഇല്ല. ഇനി കേക്ക്, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാം. ഫൈബ്രദർ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തവും പ്രാണനും വിലയായി നൽകി വാങ്ങി തന്ന രക്ഷ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് വാങ്ങാൻ പറ്റും. ഇതാണോ താങ്കളുടെ വാദം? ഞാൻ അതൊന്നും പറഞ്ഞില്ല. താങ്കൾ റോക്കറ്റിലാണോ സൗണ്ട്? അല്ല, അത് സൗരന്മാരെ നിങ്ങളെ പാനലിൽ ഇരിക്കുന്നവരൊന്ന് കൺഫേം ചെയ്യാവോ? നിത്യജീവൻ കിട്ടുമെന്നല്ലേ ഫൈബ്രോ പറഞ്ഞത് നേരത്തെ? ഞാൻ പറഞ്ഞത് യേശുവിന്റെ അറ്റോൺമെന്റ് ചെയ്യാൻ പറ്റുമെന്ന്. അല്ല, അങ്ങനെ ആരെങ്കിലും കേട്ടായിരുന്നോ? പാനലിൽ ആരെങ്കിലും കേട്ടായിരുന്നോ ഫൈബ്രോ അങ്ങനെ പറഞ്ഞത്? ആരെങ്കിലും കേട്ടായിരുന്നോ? അതെ, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അല്ല എന്നുണ്ടെങ്കിൽ ഫൈവ് പറയുന്ന നിത്യജീവനും ഭൂമിയിലായിരിക്കണം. അല്ല, നിത്യജീവൻ ഫൈബ്രോ പറഞ്ഞത് ന്യായപ്രമാണം നിത്യജീവൻ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ന്യായപ്രമാണത്തിൽ ഒന്നുപോലും തെറ്റാതെ പാപരഹിതനായ അത് തന്നെ നിത്യജീവൻ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? നിത്യജീവൻ കിട്ടുമെന്നല്ലേ പറഞ്ഞേ? നിത്യജീവൻ ലഭിക്കും. നിത്യജീവൻ ലഭിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. ഫൈബ്രോ പറയുന്നത് കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ നമുക്ക് നേടിത്തന്ന നിത്യജീവൻ ഈ പറയുന്ന ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നേടാൻ സാധിക്കുമായിരുന്നു അല്ലേ? കഴിയത്തില്ലെന്നാണ് ഞങ്ങളുടെ വാദം. അല്ല, കഴിയുമെന്നല്ലേ ഫൈബ്രദർ പറഞ്ഞ ഇത്രയും നേരം? അയ്യോ എന്റെ ജെറി ബ്രോ, താങ്കൾക്ക് അടിസ്ഥാനമില്ല. എനിക്ക് മനസ്സിലാകാത്ത അല്ല ഫൈബ്രോ. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറയുന്ന വാദത്തിൽ നിങ്ങൾ കുടുങ്ങിയാണ് ഇവിടെ നിന്ന് പോകാറ്. ഇന്നും ഇപ്പൊ അതാ സംഭവിക്കാൻ പോകുന്നത്. ഫൈബ്രോ ഒന്ന് സമാധാനമായിട്ട് കേട്ടെ. ഫൈബ്രോ പറഞ്ഞത് ഇതിൽ ഒന്നുപോലും തെറ്റാതെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ, അതായത് ന്യായപ്രമാണത്തിലെ ഒരു കൽപ്പനയോ ഉപകൽപ്പനയോ ഒരു കാര്യങ്ങൾ പോലും തെറ്റാതെ പ്രവർത്തിച്ചാൽ മനുഷ്യന് നിത്യജീവൻ കിട്ടും. ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? തീർച്ചയായിട്ടും അതിന് കഴിവില്ല. അതും കൂടെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ കുറെ പേരെടുത്ത് വേണേ പറഞ്ഞുതരാം. നിങ്ങളുടെ ടീം ഉണ്ടല്ലോ, പെന്തിക്കോസ്റ്റൽസിലെ കുറെ പേരുണ്ട്, പേരെടുത്ത് പറഞ്ഞുതരാം. അതുപോലെ ജീവിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാവുന്നത് തന്നെയാണ് ന്യായപ്രമാണത്തിന്റെ വാഗ്ദത്തം. പക്ഷേ ഇപ്പൊ ഫൈബ്രദർ എടുത്ത വാദം ഞാൻ എടുത്തിട്ട് ഫൈബ്രദറിനോട് ചോദിച്ചു. അപ്പൊ ഫൈബ്രദർ പതുക്കെ നൈസായിട്ട് സ്റ്റാൻഡ് മാറുകയാണ്. ഇത്രയും നേരം ഫൈബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ഒന്നുപോലും തെറ്റാതെ പ്രവർത്തിച്ചാൽ നിത്യജീവൻ കിട്ടും. ഇത് ഫൈബ്രദറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രണ്ടാമത് സംസാരിക്കാം. താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവ് കാൽവരി ക്രൂശിലൂടെ സാധ്യമാക്കി തന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച, ഇൻവാല്യുബിൾ ആയിട്ടുള്ള, ഇൻമെഷറബിൾ ആയിട്ടുള്ള ഈ നീതി പ്രവൃത്തിയിലൂടെ
മനുഷ്യർക്ക് നേടിത്തന്ന നിത്യജീവൻ ഈ പറയുന്ന ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണത്തിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രവൃത്തി കൊണ്ട് നേടാൻ സാധിക്കുന്നത് ആണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൺഫേം ചെയ്യുന്നുള്ളൂ, അത് മാത്രം ഫൈവ് ബ്രദർ പറയും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഒന്ന് കൺഫേം ചെയ്യും. മ്യൂട്ട് ചെയ്ത് ഭയങ്കര സൗണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിത്യജീവൻ പ്രാപിപ്പാൻ കൽപ്പനകൾ ഒന്നുപോലും തെറ്റാതെ അനുസരിച്ചാൽ സാധിക്കും എന്നാണ് വാഗ്ദത്വം. പക്ഷെ മനുഷ്യൻ അതിന് കേപ്പബിലിറ്റി ഇല്ല. താങ്കൾക്ക് അടിസ്ഥാനമില്ലാത്ത എന്റെ കുഴപ്പമില്ല. ക്രൂസിന്റെ എക്സ്ക്ലൂസിവിറ്റി എല്ലാം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ. ഒരു എക്സ്പ്ലനേഷൻ പോലും ആവശ്യമില്ലാതെ ക്രിസ്ത്യാനിറ്റിയുടെ കടക്കൽ കത്തിവെച്ച് എല്ലാം മനോഹരമാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ സാക്ഷാത്കാരവും പുള്ളി ഈക്വൽ ടു എന്ന് പറഞ്ഞിരിക്കുന്ന ആ മനോഹരമായ വെളിപ്പാട് നിങ്ങൾ ആരും കാണാതെ പോകരുത്. മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് ഈസ് ഈക്വൽ ടു കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ സാധിപ്പിച്ചു തന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആത്മീക പാപ്പരത്വമാണ്. സ്വന്തം തിയോളജിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആർഗ്യുമെന്റുകൾ പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞ സഹോദര വളരെ വിഷമം തോന്നുന്നു ഫൈവ് ബ്രദറെ. ഇനി അത് പോട്ടെ, ഫൈവ് ബ്രദർ അതെ ആ പ്രവൃത്തികൾ, അതായത് മനുഷ്യന് തന്റെ പ്രവൃത്തി കൊണ്ട് നേടാൻ പറ്റുന്നത് ഈ ഈക്വൽ ടു എന്താണ് ഈ പറയുന്ന കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നേടിത്തന്നത് എന്നാണ്. താങ്കൾ വാദിക്കുന്നത് ഇതാണ്, മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ചോദിക്കാം, എന്തുകൊണ്ടാണ് പറ്റാത്തത്? താങ്കൾക്ക് പറയാവോ? അത് വ്യക്തമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ എന്തുകൊണ്ടാണെന്ന് പറയേ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം അതാണോ താങ്കൾ വിശ്വസിക്കുന്ന? അതാണോ താങ്കൾ വിശ്വസിക്കുന്നതാണോ? അതെ ഞാൻ അതിലാ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല. ഇനി സഹോദരന്മാരെ, ഞാൻ ഇതാ പറഞ്ഞത് ഫൈവ് ബ്രദർ കെണിയിൽ ഫൈവ് ബ്രദർ തന്നെ കുടുങ്ങാറുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതാ. ഫൈവ് ബ്രദറിന്റെ കാൽവിനിസം പറയുന്നത് മനുഷ്യൻ ഈ പറയുന്ന ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ന് ഫൈവ് ബ്രദർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ചെയ്തത് തന്നെ ദൈവമാണ്. ഇതാണ് എന്റെ വാദം. ഇതിലേക്കാണ് ഫൈവ് ബ്രദർ വരാൻ ഇതുവരെ മടിച്ച് ഈ പറയുന്ന ന്യായവും ഈ ആവശ്യമില്ലാത്ത വാദങ്ങളെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. ഇതിലേക്ക് വരാൻ മടിച്ചിട്ടാണ്. ഇവിടേക്ക് വരണമെന്നാണ് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചത്. ഒടുവിൽ ഫൈവ് ബ്രദർ തന്നെ അവിടേക്ക് വന്നു. യഥാർത്ഥത്തിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പാൻ ക്രിസ്തു വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ കാൽവിനിസ്റ്റുകൾ പറയുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്നെയാണ് ഇവരെ അങ്ങനെ ആക്കിയത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു തന്നെ വരുത്തിയ പ്രശ്നത്തിന്, കർത്താവായ യേശുക്രിസ്തു തന്നെ ഉണ്ടാക്കിയ പ്രശ്നത്തിന് അവൻ തന്നെ പരിഹാരം വരുത്തി എന്ന് പറഞ്ഞാൽ എന്ത് മീനിങ് ആണ് സഹോദര കാൽവരി ക്രൂശിനുള്ളത്? ഞാൻ എപ്പോഴേ താങ്കളോട് ഈ ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ അയ്യോ ഒന്ന് പറയും സഹോദര. ഞാൻ ആർഗ്യുമെന്റ് പറഞ്ഞില്ലല്ലോ. താങ്കള് ജഡത്താലുള്ള ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഭയങ്കര സൗണ്ട്. ജെറി ബ്രോ, കാൽവരി ക്രൂശിൽ ക്രൂശുമരണത്തിലൂടെ സാധിപ്പിച്ച രക്ഷ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമത്തിന്റെ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രൂശിന്റെ എക്സ്ക്ലൂസിവിറ്റി വരെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യേണ്ടി വന്നു സഹോദര. നിങ്ങൾ ഇന്ന് പറയാണ് ന്യായപ്രമാണം പാപത്തിന്റെ അകപ്പെട്ടു പോയ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പുള്ളി പറഞ്ഞ ആ ഗതികേട്. അതായത് പാപം ചെയ്ത് കറപ്റ്റഡ് ആയിപ്പോയ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? രക്ഷ പ്രാപിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മാത്രമേ മനുഷ്യൻ രക്ഷ പ്രാപിക്കൂ എന്നുള്ളതാണ്. പക്ഷെ ഇസ്രായേൽ എന്ന രാജ്യത്തെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് വരെ ലൈവായിട്ട് നിർത്തുക, ആ ജാതിയും ജനതയും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളൊരു ശിശുപാലകന്റെ റോളായിരുന്നു ന്യായപ്രമാണത്തിൽ ഉണ്ടായിരുന്നത്. അത് അവരിൽ നിന്ന് ദൈവം ആവശ്യപ്പെട്ടെങ്കിൽ അത് ആ ജനത ഡെലിവറി ചെയ്തിട്ടുമുണ്ട്. അതിലൊരാളാണ് അപ്പോസ്തലനായ പൗലോസ്. ന്യായപ്രമാണം സംബന്ധിച്ച് അദ്ദേഹം അനിന്യനാണ്. രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതല്ല ന്യായപ്രമാണം. അത് ഇൻകേപ്പബിൾ ആയിരുന്നു, അവർക്ക് കൊടുത്തു, എന്നിട്ട് അവരുടെ അടുത്ത് അനുസരിക്കാൻ പറഞ്ഞു എന്നൊരു വാദം താങ്കൾ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. താങ്കൾ പറയുന്ന മറുപടി ജഡത്തിന്റെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യാൻ സാധിക്കാത്തതിനെ നേടുവാൻ കർത്താവായ യേശുക്രിസ്തു വന്നുവെങ്കിൽ ആ ജഡത്താലുള്ള ബലഹീനത വരുത്തിയതാരാണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. അതായത് നശിപ്പിച്ചവൻ തന്നെ രക്ഷകനെ അയച്ച് രക്ഷകന്റെ മോഡൽ കാണിക്കുന്ന എന്താ പറയുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു കോൺട്രഡിക്ടറി ഡിവൈൻ മോഡലാണ് സഹോദരൻ താങ്കൾ ഇത്രയും നേരം ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ ചോദ്യം പോലും എടുക്കാൻ പറ്റാൻ താങ്കൾ ഇവിടെ നോടി സഹോദരന്മാരെ